ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്ലീറ്റഡ് കുർത്തിയുടെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് ഇടുക. ഇനി ഫ്രണ്ട് പാർട്ട് 2.5 ഇഞ്ച് ഇതുപോലെ മുകളിൽ നിന്ന് താഴെ വരെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ലൈൻ താഴേക്ക് വരച്ചു കൊടുക്കുക. ഇനി ഈ ബാക്ക് പാർട്ട് കറക്റ്റായിട്ട് ആ വരച്ചിരിക്കുന്ന ലൈനിൽ എടുത്തു വയ്ക്കുക. എന്നിട്ട് ഈ 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചില്ലേ, അത് ഫ്രണ്ട് പാർട്ടിൻ്റെ അടിയിലോട്ട് അകത്തേക്ക് മടക്കി വെക്കുക. ഇനി നമുക്ക് മാർക്കിങ് ചെയ്യാം. ഫസ്റ്റ് ലെങ്താണ്. ഇതിലെ ഫുൾ ലെങ്ത് തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൽ 42 ഇഞ്ച് ലെങ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 6.5 ഇഞ്ചാണ്. അവിടെ നിന്നും താഴേക്ക് ആം ഹോളും 6.5 തന്നെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് ഇതുപോലെ മാർക്ക് ചെയ്യുക. വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്ന ഷോൾഡറിൽ നിന്നും 14 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. അവിടെ നിന്നും വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാർക്കിങ് തമ്മിൽ ഇതുപോലെ ചരിച്ച് വരച്ചെടുക്കുക. ഇനി ഹിപ്പ് റൗണ്ടാണ്. ഷോൾഡർ ടു സ്ലിറ്റ് വരെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 21 ഇഞ്ചാണ്. ആ 21 ഇഞ്ച് ഷോൾഡറിൽ നിന്നും സ്ലിറ്റ് വരെയുള്ളത് മാർക്ക് ചെയ്യുക. അവിടെ നിന്നും ഹിപ്പ് റൗണ്ടിൻ്റെ 4/1 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഷേപ്പ് വരച്ചെടുക്കുക. ആം ഹോളിൻ്റെ കർവ് വരയ്ക്കുന്നത് ആം ഹോളിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ടോ ഫ്രഞ്ച് കർവ് വെച്ചോ നിങ്ങൾക്ക് കർവ് വരച്ച് കൊടുക്കാം. ഇനി സ്ലിറ്റിൻ്റെ പോർഷനാണ്. ഹിപ്പിൽ നിന്നും താഴേക്ക് നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അവിടേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ബാക്ക് പാർട്ടിൻ്റെ നെക്ക് മാർക്ക് ചെയ്യുന്നത് നെക്ക് വിട്ട് 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് ലെങ്തുമാണ് കൊടുക്കുന്നത്. റൗണ്ട് നെക്കായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ റൗണ്ട് നെക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നെക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പം ഫ്രണ്ട് പോർഷനിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ നേരെ നിവർത്തി വെക്കുക. എന്നിട്ട് ഇതുപോലൊരു ക്യാൻവാസ് പേപ്പർ എടുക്കുക. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 4.5 ഇഞ്ചും ലെങ്ത് 14 ഇഞ്ചുമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. നെക്ക് ലെങ്ത് 6.5 ഇഞ്ചാണ് ഞാൻ ഫ്രണ്ട് നെക്കിന് കൊടുക്കുന്നത്. ആ 6.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ നെക്കിൻ്റെ ഷേപ്പ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ നിന്ന് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വീണ്ടും ഒരു ഷേപ്പ് ബോക്സ് വരയ്ക്കുക. എന്നിട്ട് അതിൽ നിന്നും 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഈ 6.5യിലേക്ക് ഒരു വി ഷേപ്പ് കൊടുക്കുക. അപ്പോൾ ഇതുപോലാണ് നെക്ക് വേണ്ടത്. എന്നിട്ട് ഇതുപോലെ റൗണ്ട് നെക്കും വരച്ചു കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഈ ക്യാൻവാസിൻ്റെ 14 ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ നിന്നും ഈ 3 ഇഞ്ചിലേക്ക് ഇതുപോലെ ചരിച്ച് വരച്ചു കൊടുക്കുക. ഇനി ഇത് വരച്ചിരിക്കുന്ന ഷേപ്പിലൊക്കെ നമുക്ക് വെട്ടിയെടുക്കാം. ഇതുപോലെയാണ് വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് കിട്ടിട്ടത്. അപ്പോൾ ഇനി ഈ നെക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഈ 2.5 ഇഞ്ച് കഴിച്ചിട്ടുള്ള ആ വരയിൽ വേണം ഈ നെക്ക് വെട്ടിയെടുത്ത് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ അതേ ഷേപ്പിൽ കറക്റ്റായിട്ട് തന്നെ അതുപോലെ വരച്ചെടുക്കണം. ഈ താഴെ വശം വരെ മാത്രമേ ഈ 2.5 ഇഞ്ചുമായിട്ട് കൂട്ടിമുട്ടി മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇത് വെട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1/2 ഇഞ്ച് മുകളിലേക്ക് വിട്ട് വേണം വെട്ടിയെടുക്കാൻ. ഇത് നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് ഈ 1/2 ഇഞ്ച് ഇട്ട് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 1/2 ഇഞ്ച് വിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവാണ്. സ്ലീവ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ കട്ടിങ് എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അറിയാത്തവർ അത് കാണുക. അപ്പോൾ നമ്മുടെ പ്ലേറ്റഡ് കുർത്തിയുടെ കട്ടിങ് ഇത്രയാണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.